ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉദ്ധിതൻ്റെ ശ്രമം മുഴുവൻ നമ്മളെ സാക്ഷി ആക്കി മാറ്റാനും നമ്മളെ ശുശ്രൂഷകരാക്കി മാറ്റാനുമാണ്. ഇന്നത്തെ വചനം നമ്മൾ വായിക്കുമ്പോഴും ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഉദ്ധിതൻ്റെ ലക്ഷ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്ഷിയാക്കി മാറ്റണം, പ്രഘോഷകരാക്കി മാറ്റണം. മറ്റൊരു സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുക, പ്രഘോഷകരാക്കി മാറ്റണം. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിലും ഈശോ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ ഒരു ദൗത്യമാണ് ഏൽപ്പിക്കുക. അത് കുമ്പസാരമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയാണ്. സാക്ഷികളാക്കി മാറ്റാനും ശുശ്രൂഷ ചെയ്യാനും. ഉദ്ധിതനായ ഈശോയുടെ ലക്ഷ്യമതാ. പരസ്യജീവിതം കഴിഞ്ഞു, കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം വരെ നമ്മുടെ കൂടെ നടക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ ലക്ഷ്യം നമ്മളെ സാക്ഷിയാക്കി മാറ്റണം. സാക്ഷിയാക്കി മാറ്റണം, നമ്മളെ ശുശ്രൂഷകരാക്കി മാറ്റണം. അതാണ് ഉദ്ധിതൻ്റെ ലക്ഷ്യം. ചുമ്മാ അങ്ങനെ സാക്ഷിയാകാൻ പറ്റില്ലല്ലോ. കാണാത്ത കാര്യം എങ്ങനെ പറയാനാണ്? കണ്ട കാര്യമല്ലേ പറയാൻ പറ്റൂ. ഇനി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കണ്ട് ബോധ്യപ്പെട്ട് അവൻ ജീവിക്കുന്ന കർത്താവാണെന്ന് ബോധ്യപ്പെട്ടാലല്ലേ അവൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റൂ. വെറുതെ കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ശുശ്രൂഷ ചെയ്യും? ആർക്കു വേണ്ടി എന്നതുപോലെ ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യണം, സാക്ഷിയാക്കി മാറണം, ശുശ്രൂഷ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഇനി സാക്ഷിയാകാൻ താല്പര്യമില്ല എങ്കിൽ, കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട, ഞാനിവിടേക്ക് ഇരുന്നോളാം എന്ന് പറഞ്ഞോളൂ. എന്നാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ നീ സാക്ഷിയാകണം, നീ ശുശ്രൂഷ ചെയ്യണം. കുടുംബജീവിതത്തിൽ ശുശ്രൂഷയുണ്ടല്ലോ. ഇതിലൊരു പള്ളിയെ സംബന്ധിച്ച് എത്രയോ ശുശ്രൂഷകളുണ്ട്. ഒരു അൽമായ വിശ്വാസിക്ക് ചെയ്യാൻ പറ്റിയ, സഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിമർശിക്കുന്നത്, അത് ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമല്ല, ഇല്ലേ? അപ്പം നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കുക, സഭയുടെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുക, വൈദികരോട് ചേർന്ന് നിൽക്കുക, ഇതൊക്കെ നമുക്ക് സഭയിലുള്ള ശുശ്രൂഷാ ജീവിതമാണ്. കുടുംബ പ്രാർത്ഥന ചൊല്ലുക, കൂദാശകൾ സ്വീകരിക്കുക. അപ്പം ഇതിനൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. സാക്ഷിയാകണം, ശുശ്രൂഷ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. അപ്പോൾ തോമസ് എന്തിനാ വാശി പിടിച്ചത്? തോമസ് വാശി പിടിച്ചത്, എനിക്ക് കർത്താവിനെ കാണണം, എനിക്ക് കർത്താവിനൊന്ന് കാണണം. തോമസിന് നിർബന്ധമുണ്ടായിരുന്നു, കാരണം അത്രയും തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞു. കർത്താവിനും നിർബന്ധമുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുകയാണ്. ഇവനൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവനൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇവൻ എൻ്റെ മുറിവുകളൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യും. സഭയിൽ കർത്താവിന് വേണ്ടി ഇവൻ നിലകൊള്ളും, കർത്താവിന് വേണ്ടി പ്രഘോഷണം നടത്തും എന്ന് ഈശോയ്ക്ക് നല്ല വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരനുഭവം ചോദിക്കുമ്പോൾ, നിനക്കെന്തിനാണ് ഇപ്പം അനുഭവം? നിനക്കെന്തിനാണത്? ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ, മൊബൈൽ ചോദിക്കുമ്പോഴും നിനക്കിപ്പോൾ എന്തിനാ മൊബൈൽ? അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് യേശുവെ കാണണം. നിനക്ക് കണ്ടിട്ട് എന്തെടുക്കാനാണ്? നിനക്ക് ജീവിക്കുമോ? നീ ജീവിക്കാൻ തയ്യാറാണോ? പല ആളുകളും കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല. അവർ വിവാഹ ജീവിതം എന്ന കാര്യത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയാണ് കുടുംബജീവിതം. സൃഷ്ടിക്കുന്നതാരാ? ദൈവമല്ലേ. അപ്പോൾ ഞാൻ വളർത്തിക്കോളാം കർത്താവേ, അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ എന്നെ ഒന്ന് പങ്കുചേർക്ക് കർത്താവേ, അങ്ങനെ എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് കുട്ടിയുണ്ടാകുന്ന നമ്മുടെ കഴിവാണോ? അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. അതുകൊണ്ട് തോമസ് ലീഹ ആഗ്രഹിച്ചത് കർത്താവിനൊന്ന് കാണണം, എനിക്ക് നല്ല തീക്ഷ്ണതയോടുകൂടെ
പറയണം. ഇനി സഭയിൽ കുറച്ച് പേരെങ്കിലും ഈ പുണ്യവാളനെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. തൊട്ടു വിശ്വാസി, കണ്ട് വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പെട്ടെന്ന് പറയണത് വിശ്വസിച്ചില്ല എങ്കിൽ അപ്പം തന്നെ പറയുന്ന നീയൊക്കെ തോമസ് ലീയുടെ ആളുകളല്ലേ എന്ന് പറയും. ഈ തോമസ് ലീയ എന്ത് തെറ്റ് ചെയ്തു? തോമസ് ലീയ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തില്ല. വാശി പിടിച്ചത് ശരിയാണ്, എനിക്ക് കാണണം കർത്താവെ. കാരണം ബാക്കിയുള്ള മറ്റു ശിഷ്യന്മാർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം കണ്ടിട്ടില്ല, ഒരാൾ മാത്രം കർത്താവിൻ്റെ മുറിവ് കണ്ടിട്ടില്ല. ആ മുറിവ് കണ്ടവര്, ഉദ്ധിതനായ കർത്താവിനെ കണ്ടവര്, അവർ നല്ല തീക്ഷ്ണതയോടെ പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുകയാണ്. ഇത് തന്നെയല്ലേ മഗ്ദലന മറിയം അവരോട് പറഞ്ഞത്? എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞത് 11 പേരല്ല 10 പേര്. അവര് ഈശോയെ കണ്ടു, ഈശോയെ കണ്ടു. അപ്പൊ തോമസ് ലീഹ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ തോമസ് ലീഹ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കല, എനിക്ക് നേരിട്ട് കാണണം. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇത് പറഞ്ഞത് കൃത്യമാണ്. ഇത് ഒരു മോശം കാര്യമായിരുന്നെങ്കിൽ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുവോ? ഒരു കൊള്ളരുതാത്ത കാര്യമാണ്. ഇവൻ്റെ ഒരു നിർബന്ധം, ഇവൻ്റെ ഒരു വാശി, അവൻ്റെ വാശി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുമായിരുന്നോ? കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ആഗ്രഹം വളരെ ജെനുവിനായിരുന്നു. അത് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. ഉദ്ധിതനെ കുറിച്ച് പ്രഘോഷിക്കാൻ കാണാതെ പറയുന്നതും ഉദ്ധിതനെ കണ്ടിട്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് തോമസ് ലീയ അത് ചോദിച്ചത്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കാൻ എല്ലാവർക്കും ധൈര്യം ഉണ്ടാകില്ല. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും ചിലപ്പം, എടി ചോദിക്കടി, എടി ചോദിക്കടി. എന്തിനാ? ഇവർക്കൊന്നും അറിയാൻ പാടില്ല, വല്ലവനും ചോദിച്ചിട്ട് വേണം ഇവർക്ക് അറിവുണ്ടാകാൻ. ഈ 10 പേർക്ക്, ബാക്കിയുള്ള 10 പേർക്ക് അവർക്ക് ഈ തോമസ് ലീഹ ചോദിച്ചത് കൊണ്ട് ഉപകാരമായില്ലേ? ഒന്നുകൂടി അത് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലേ? തോമസ് ലീഹ ചോദിച്ചത് കൊണ്ട് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് ഒന്നുകൂടി അനുഭവം ഉണ്ടായി, ഒന്നുകൂടി വ്യക്തമായി കർത്താവിൻ്റെ മുറിവുകൾ കാണാൻ സാധിച്ചു. അപ്പൊ തോമസ് ലീഹ ചെയ്തത് ഉപകാരമല്ലേ? ഇനി വാതിൽ അടച്ചിരുന്നു. അടച്ചിട്ട മുറിയിലേക്ക് ഈശോ പ്രവേശിച്ചു. ഇവർ കണ്ടിട്ടുള്ളത് അടിയും തൊഴിയും കൊള്ളുന്ന ക്രൂശിതനായ ഈശോയെയാണ്. പക്ഷേ ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കുന്ന അങ്ങനെ ശക്തിയുള്ള ഈശോയെ, ഉയർപ്പിന്റെ പ്രാഭവത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ അവർ കണ്ടു. അത് കാണിച്ചു കൊടുക്കാൻ ഇടയായത് തോമസ് ലീഹ കാരണമല്ലേ? അടച്ചിട്ട മുറിയിലേക്ക് ഈശോ പ്രവേശിച്ചു. അപ്പോൾ തോമസ് ലീഹ വളരെ ഉപകാരമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കണ്ട് വിശ്വാസി, തൊട്ട് വിശ്വാസി. ഈശോ പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കണ്ടാലല്ലേ വിശ്വസിക്കാൻ പറ്റൂ? യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് കാണുക എന്നത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നൊരു വാക്കാണ്. ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പലയിടത്തും കാണുന്നുണ്ട്. കണ്ടു, കാണുക എന്ന പ്രയോഗം അത് യോഹന്നാന്റെ ഒരു പതിവ് പ്രയോഗമാണ്. അപ്പോൾ തോമസ് ലീഹ കണ്ട് വിശ്വസിച്ചു. അതൊരു കുറവല്ല. കാണാതെ എങ്ങനെ വിശ്വസിക്കും? ഇനി തോമസ് ലീഹയുടെ മുൻപിൽ ഈശോ ഇത് കാണിച്ചു കൊടുക്കും. നീ എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇത് കേട്ട ഉടനെ തോമസ് ലീഹ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 20-28 വാക്യം, തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് പറഞ്ഞതല്ലാതെ പുള്ളി തൊടാൻ പോയില്ല. പിന്നെ എന്തിനാണ് തൊട്ടു വിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? നമ്മൾ ആരെയെങ്കിലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ തോമസ് ലീഹയെ ഇൻസൾട്ട് ചെയ്യുകയല്ലേ? അപ്പൊ തോമസ് ലീഹ ഞങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ തോമസ് ലീഹയെ ഇൻസൾട്ട് ചെയ്താലോ? തോമസ് ലീഹ തൊട്ടിട്ടില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ അല്ലെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. എല്ലാ ഫോട്ടോയും തൊടുന്നതാണ്. തൊടാത്തൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി, അങ്ങനെ ഒരു പിക്ചർ എനിക്ക് കിട്ടി. തൊടാതെ ഇങ്ങനെ മുൻപിൽ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന തോമസ് ലീഹയെ. അതാണ് യഥാർത്ഥത്തിൽ തൊടുന്നത്. യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ അല്ല, തൊട്ടിട്ടില്ല, തൊട്ടിട്ടില്ല. തൊടുന്ന ചിത്രം, അങ്ങനെയുള്ള രൂപങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ അല്ല. അങ്ങനെങ്കിൽ ഈശോ പറയുമായിരുന്നല്ലോ, നീ എന്നെ തൊട്ടത് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുമായിരുന്നല്ലോ.
ഈശോ പറഞ്ഞത് നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു. ഇനി അപ്പൊ കാണണം, യഥാർത്ഥത്തിൽ നമ്മൾ കാണണം, കാര്യങ്ങളൊക്കെ കാണണം. പള്ളി വന്നിരുന്നിട്ടും സക്രാലിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ കാണാതെ പോയാൽ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എന്ന് കാണും, എന്ന് അനുഭവിക്കും? അനുഭവം കിട്ടിയാലല്ലേ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റൂ. ഒരു ഫിലിം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചിന്താമണി കൊലക്കേസ്. സുരേഷ് ഗോപിയുടെ പടമാണ്. അതിൽ ലാൽ കൃഷ്ണ എന്ന അഡ്വക്കേറ്റിൻ്റെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഒരു കഥാപാത്രം അന്ധനായിട്ട് കപടനായി അഭിനയിക്കുന്ന വിനായകൻ്റെ ഒരു കഥാപാത്രം ഒരു കണ്ടില്ല എന്ന് പറയും, കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയും. അങ്ങനെ ഒരു കേസിന് അവസാനം അയാൾ സത്യം തുറന്ന് പറയും കോടതിയിലും. അത് ഞാൻ കണ്ടതാണ്, ഞാൻ അങ്ങനെ അഭിനയിച്ചതാണ്, പിച്ച തണ്ടാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ എന്നെ പരിശീലിപ്പിച്ചതാണ്, അത് ചെറുപ്പം മുതലേ ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്ന കാര്യമാണ്, സാക്ഷി എന്നാൽ കണ്ണോടുകൂടിയവൻ, സാക്ഷി എന്നാൽ കണ്ണോടുകൂടിയവൻ, കണ്ണെന്നാൽ അക്ഷി, അക്ഷിയുള്ളവനാണ് സാക്ഷി, അക്ഷിയുള്ളവനാണ് സാക്ഷി. ഐ വിറ്റ്നസ്, അക്ഷിയുള്ളവനാണ് സാക്ഷി. ഒരു ഇന്നത്തെ വ്യവഹാര വ്യവസ്ഥിതിയിൽ നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥം ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നയാളാണ് സാക്ഷി. നല്ലവരായ നാട്ടുകാരെ, നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ജന്മന അന്ധനാണ്. കാസർഗോഡ് ജില്ലയിലെ മായപ്പാടി വില്ലേജിലാണ് ഈ സാധുവിന്റെ താമസം. മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമായ രണ്ടാനച്ഛനിൽ നിന്നേറ്റ കൊടിയ മർദ്ദനത്തിന്റെ ഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാരന്റെ കാഴ്ച നഷ്ടമായത്. ദാനധർമാദികളിൽ വിശ്വസിക്കുന്ന നല്ലവരായ സജ്ജനങ്ങൾ ഈ സാധുവിനെ കഴിവിനൊത്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് മായപ്പാടി താലൂക്ക് ഓഫീസർ കൃഷ്ണ ഭട്ട്. മിലോഡ്, ഇതാണ് ഉച്ചാണ്ടിയുടെ അന്ധതയ്ക്ക് മായപ്പാടി താലൂക്ക് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്. ഇതാണ് എന്റെ റേഷൻ കാർഡ്. ബസ് സ്റ്റാൻഡിലും ബസ്സിലൊക്കെ പോയി ഞാനിത് ഇട്ടു കൊടുക്കും. നമ്മളോ വായിടണ്ട. താലൂക്ക് ഓഫീസറുടെ കത്ത. ഏത് താലൂക്ക് ഓഫീസർ? മായപ്പാടി. മായപ്പാടി എന്നൊരു താലൂക്ക് കാസർഗോഡ് ജില്ലയിലുള്ളതായി കേരള സർക്കാരിന് പോലും അറിയാം. എന്റെ സാറേ, ഇത് ഞാൻ തന്നെ അടുപ്പിച്ചതാ. കാസർഗോഡെ കാർഡ് പാലക്കാട് കൊടുക്കും. ജീവിക്കണ്ടേ സാറേ? മെയ് അനങ്ങാതെ ജീവിക്കണം. ഉച്ചാണ്ടി എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? എന്റെ അച്ഛനും മുത്തച്ഛനും പിച്ചക്കാരായിരുന്നു. ജനിച്ചപ്പം മുതലേ ഞാനും പിച്ച. കണ്ണടച്ചിരുട്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാണ് എന്റെ ചോദ്യം. പിച്ചക്കാരിലെ കണ്ണുവോട്ടിന് നല്ല ഡിമാൻഡാ. അച്ഛനാ കുട്ടിക്കാലം മുതലേ കണ്ണുവോട്ടിനായിട്ട് അഭിനയിക്കാൻ പഠിപ്പിച്ചത്. പകൽ മുഴുവൻ കണ്ണുപൊട്ടൻ, രാത്രി കാലത്ത് കുളിയും കുടിയും. അതെ, നമുക്ക് എന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. എനിക്ക് രാത്രിയാ പകല്. രാത്രി കുളിയെന്നും പാലപ്പള്ളി കടവിലാണോ? അല്ല, അതെ. ഓ, സംഭവ ദിവസം കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കക്ഷികൾ കാറിൽ വന്നിറങ്ങുന്നത് കണ്ടുവെന്നാണ് തന്റെ മൊഴി. ശരിയാണോ? പളനി മുരുകനാണ് സത്യം. ഞാൻ കണ്ടതാ. ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാ ഇത് കടവിൽ ഇവര് കുളിക്കാൻ വന്നത്. എന്നോട് കേറി പോകാനും പറഞ്ഞു. ദാ കൊച്ചു എനിക്ക് 100 രൂപയും തന്നു. ഇവറ്റകൾ ആ പെങ്കൊച്ചിനെ കാറിൽ നിന്ന് വലിച്ചിറക്കുന്നത് ഞാൻ കണ്ടതാ. പിറ്റേന്ന് നാട്ടിലെ കൊലപാതകം പറഞ്ഞത്. അപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി ഇവരെ കടവിക്കേണ്ട കാര്യം പറഞ്ഞു. താൻ കണ്ടു 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 എന്ന് പറയുന്നു. എങ്ങനെ കണ്ടു? ഞാൻ കണ്ടെന്നു. താൻ കണ്ണുപൊട്ടനല്ലേ? അതെ. അല്ല, ഞാൻ കണ്ണുപൊട്ടനല്ല സാറേ. കണ്ണുപൊട്ടനെന്ന് ഊച്ചാണ്ടി നാട്ടുകാരോട് കള്ളം പറഞ്ഞതാ. എനിക്ക് കണ്ണ് കാണാൻ സാറേ. മിലോഡ്, താൻ ഒരു പെരുങ്കള്ളനാണെന്ന് സാക്ഷി തന്നെ ഇപ്പൊ കോടതിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തെളിയിച്ചും കഴിഞ്ഞു. സ്വയം 25 വർഷം ദിവസം 100 പ്രാവശ്യം 100 പേരോട് കള്ളം പറയുന്നയാളാണ് ഈ നിൽക്കുന്ന സാക്ഷി. സ്റ്റേറ്റിനോട് കള്ളം പറഞ്ഞ സാക്ഷി, ഇല്ലാത്ത വില്ലേജും വില്ലേജ് ഓഫീസറെയും സൃഷ്ടിച്ച പെരുങ്കള്ളനായ സാക്ഷി. ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷിയുടെ മൊഴിയും സാക്ഷിയുടെ പ്രവൃത്തിയും തമ്മിൽ ബന്ധപ്പെടുത്തരുത്. മിലോഡ്, കണ്ണോട് കൂടിയവൻ എന്നാണ് സാക്ഷി എന്ന പദത്തിനർത്ഥം. കണ്ണെന്നാൽ അക്ഷി, കണ്ണുള്ളവനാണ് സാക്ഷി, ഐ വിറ്റ്നസ്. ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട, നേരിട്ട് അറിവുള്ളയാളെന്നൊക്കെയാണ്
സാക്ഷിക്ക് ഇന്നത്തെ വ്യവഹാര വ്യവസ്ഥിതിയിൽ നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥം. യഥാർത്ഥ സാക്ഷി എന്നാൽ പൂർണ്ണ സാക്ഷിയാണ്. നോബിൾ വിറ്റ്നസ്. അയാൾ ആദർശവാനാകണം, പറയുന്നതെല്ലാം സത്യമാവണം, ആ സത്യം കോടതിയെ ബോധ്യപ്പെടുത്തണം. ബട്ട് ഹി ഈസ് ഇഗ്നോബിൾ. ഈ ഐ വിറ്റ്നസ് കള്ളം പറയുന്നവനും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനുമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാക്ഷിയുടെ മൊഴിയാണ് എന്റെ കക്ഷികൾക്കെതിരെ മഹാസംഭവമായി ഈ കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. അൺട്രസ്റ്റ് വർത്തി വിറ്റ്നസ്. മിലാഡ്, ഉച്ചാണ്ടി എന്ന ഈ കള്ളസാക്ഷി അൺട്രസ്റ്റ് വർത്തി വിറ്റ്നസ് ആണെന്ന് കോടതി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അൺട്രസ്റ്റ് വർത്തി വിറ്റ്നസ്. ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നയാൾ. പ്രിയ ദൈവ പൈതലെ, നീ കർത്താവിന് സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിനെ നീ കാണണം. നീ കർത്താവിനോട് പറയണം, എന്നെ ഒന്ന് കാണിച്ചതാ കർത്താവേ, എനിക്കൊരു അനുഭവം താ കർത്താവേ. ഒരു അനുഭവം പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി എങ്ങനെ ജീവിക്കാനാണ്? ഒരു അനുഭവം പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി മരണം വരെ എങ്ങനെ ജീവിക്കാനാണ്? അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടിട്ടുള്ളവർ കരമുയർത്താവോ? ഈ കൂട്ടത്തിൽ വെള്ള അപ്പത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ മുഖാമുഖം കണ്ടവര് ഒന്ന് കരമുയർത്താവോ? ആരെങ്കിലും ഉണ്ടോ? 1-2 പേരുണ്ടെന്ന് കരുതുകയാണ്. അത് ദൈവം അനുവദിക്കും. ദൈവത്തെ കാണണം. നീ നിന്റെ ശരീരത്തിലൂടെ ദൈവത്തിന്റെ ശക്തി നീ അനുഭവിക്കണം. നിനക്ക് രോഗങ്ങൾ മാറണം, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറണം, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ നീ കർത്താവിനെ പ്രഘോഷിക്കൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ടോ? അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. എന്നിട്ടെന്താണ് വർഷങ്ങൾ കുമ്പസാരിക്കാതിരിക്കുന്നത്? എന്നിട്ടെന്താണ് നിസാരമായി ഞായറാഴ്ച ആചരണം മുടക്കുന്നത്? അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരവേഗണേ, അതിനീശോ നീ വരണേ. അതിനായി വരവേഗണേ, അതിനീശോ നീ വരണേ. ഉദ്ധിതന്റെ കൂടെ നടന്ന് എല്ലാം കണ്ട പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി പ്രത്യേക മാധ്യസ്ഥ്യം വഹിക്കട്ടെ. ഈശോയെ അനുഭവിക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ.